ഹലോ, വെൽക്കം ബാക്ക് ടു PSC കോഴ്സ് ആൻഡ് ടിപ്സ്. എല്ലാവരുടെയും പഠനമൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ടല്ലേ? ഇനി കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ PYQs ആണ് നോക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി: ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ. ആൻസർ: പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര്? ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, അറബികൾ, ഫ്രഞ്ചുകാർ. ആൻസർ: അറബികൾ. കേരളത്തിൽ എത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം: ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ. ആൻസർ: ഡച്ചുകാർ. ഡച്ചുകാർ 1595 ഇന്ത്യയിലെത്തിയത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം: 1600, 1602, 1698, 1699. ആൻസർ: 1602. ലന്തക്കാർ എന്നറിയപ്പെടുന്നത്: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ആൻസർ: ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ആൻസർ: ഡച്ചുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത വർഷം: 1659, 1658, 1657, 1656. ആൻസർ: 1658. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം: 1675, 1658, 1664, 1663. ആൻസർ: 1663. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം: 1760, 1764, 1765, 1763. ആൻസർ: 1760. നടന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പാരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത്: ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ. ആൻസർ: ഫ്രഞ്ചുകാർ. ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നു ഇന്ത്യ, ഇന്തോനേഷ്യ, ചൈന, നേപ്പാൾ. ആൻസർ: ഇന്തോനേഷ്യ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ: വാസ്കോഡ ഗാമ, മാർക്കോ പോളോ, അൽബുക്കർക്ക്, ഐറിസ് കൊറിയ. ആൻസർ: വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്: സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ, സെന്റ് ഗബ്രിയേൽ, സെന്റ് ഫ്രാൻസിസ്. ആൻസർ: സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ എത്ര തവണ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്? 1, 3, 2, 4. ആൻസർ: 3. പറങ്കികൾ എന്നറിയപ്പെടുന്നത്: പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, അറബികൾ. ആൻസർ: പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട: മാനുവൽ കോട്ട, സെന്റ് ആഞ്ചലോ കോട്ട, ചാലിയം കോട്ട. ഇവയൊന്നുമല്ല. ആൻസർ: മാനുവൽ കോട്ട. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം: ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ പോളോ, ഓപ്പറേഷൻ റഫാത്ത്, ഓപ്പറേഷൻ വിജയ്. ആൻസർ: ഓപ്പറേഷൻ വിജയ്. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത്: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, അറബികൾ. ആൻസർ: പോർച്ചുഗീസുകാർ. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ: അൽമേഡ, ഗബ്രാൾ, അൽബുക്കർക്ക്, കുൻഹ. ആൻസർ: അൽബുക്കർക്ക്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം: 1739, 1721, 1741, 1742. ആൻസർ: 1741. പ്ലാസി യുദ്ധം നടന്ന വർഷം: 1757, 1857, 1764, 1754. ആൻസർ: 1757. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്: ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ. ആൻസർ: ബ്രിട്ടീഷുകാർ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ: കൊച്ചി, കൊല്ലം. കൊച്ചി കോഴിക്കോട്, ഗോവ കോഴിക്കോട്, കൊല്ലം കോഴിക്കോട്. ആൻസർ: കൊച്ചി, കൊല്ലം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം: വേണാട് യുദ്ധം, കായംകുളം യുദ്ധം, കൽക്കുളം യുദ്ധം, കുളച്ചൽ യുദ്ധം. ആൻസർ: കുളച്ചൽ യുദ്ധം. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ച വർഷം: 1738, 1744, 1741, 1753. ആൻസർ: 1744. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം: പാനിപ്പത്ത് യുദ്ധം,
കർണാട്ടിക് യുദ്ധം, പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം? ആൻസർ പ്ലാസി യുദ്ധം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ച സ്ഥലം? ലണ്ടൻ, ഫ്രാൻസ്, ലിസ്ബൺ, ന്യൂയോർക്ക്? ആൻസർ ലിസ്ബൺ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത്? കൊച്ചി, ഗോവ, ദാമൻ ദിയു, മാഹി? ആൻസർ ഗോവ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്ത വർഷം? 1510, 1500, 1498, 1550? ആൻസർ 1510. സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയ്? അൽബുക്കർക്ക്, അൽമേഡ, വാസ്കോ ഡ ഗാമ, കബ്രാൾ? ആൻസർ അൽബുക്കർക്ക്. തങ്കശ്ശേരി കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, കാസർഗോഡ്, കോട്ടയം, കൊല്ലം? ആൻസർ കൊല്ലം. നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി ആരുടേതാണ്? അൽമേഡ, അൽബുക്കർക്ക്, കബ്രാൾ, വാസ്കോ ഡ ഗാമ? ആൻസർ അൽമേഡ. നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്തത്. എല്ലാവർക്കും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ റിവിഷൻ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.